ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ. റസൂലേ, താങ്കൾ അന്ത്യനാളിൽ താങ്കളുടെ കുടുംബത്തെ ഓർക്കുമോ? ഈ ചോദ്യം കേട്ട ഉടനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി നമ്മുടെ ഉമ്മക്ക് കൊടുത്ത മറുപടി, യാ ആയിഷ, അമാ ഫീ സലാസതി മവാത്തിൻ, 3 സന്ദർഭങ്ങളിൽ ഫലാ യദ്കുറു അഹദുൻ അഹദ, ഒരാളും ഒരാളെക്കുറിച്ചും ഓർക്കുകയില്ല.
നമുക്ക് പരലോകത്ത് അഭിമുഖീകരിക്കാനുള്ള 3 ഘട്ടത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മെ ഓർക്കാൻ നമ്മുടെ ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, നമ്മെ പരിചരിക്കാൻ സഹായിക്കാൻ നാട്ടുകാരുണ്ട്, ട്രസ്റ്റുണ്ട്, സംഘടനകളുണ്ട്, പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും ആളുകളുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയോട് പറയുന്നത് ഫലാ യദ്കുറു അഹദുൻ അഹദ, ഒരാളും ഒരാളെക്കുറിച്ചും ഓർക്കാത്ത 3 സന്ദർഭം നമുക്ക് നാളെ വരാനുണ്ട്. അതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കാനുള്ള ഘട്ടമാണ്. ഇടയ്ക്ക് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. അതിലാദ്യമായി പറഞ്ഞു കൊടുക്കുന്നു ഇൻദൽ മീസാൻ ഹത്താ യഅലമ അയഖിഫു മീസാനുഹു ഔ യസ്ഖുൽ. നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിനടുത്ത് വെച്ച് തൻ്റെ തുലാസ് ഭാരം കുറഞ്ഞേക്കുമോ അതോ ഭാരം കൂടിയേക്കുമോ എന്നറിയുന്നത് വരെ. ഇപ്പൊ നമ്മളൊക്കെ മക്കള് റിസൾട്ട് വരുന്ന ദിവസം ഭയങ്കര ആശങ്കയായിരിക്കും. വിജയിക്കുമോ പരാജയപ്പെടുമോ, പാസ്സാകുമോ ഫെയിൽഡ് ആകുമോ? അതിൽ വിജയിച്ചു കഴിഞ്ഞാലുള്ള സന്തോഷം നിങ്ങൾ നോക്കൂ, പരാജയപ്പെട്ടാലുള്ള ദുഃഖം നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെയാ തൻ്റെ തുലാസ് ഹസനാത്തുകൾ കൊണ്ട് കനം തൂങ്ങുമോ എന്നറിയുന്നത് വരെ ഒരാളും ഒരാളിലേക്ക് നോക്കുകയില്ല. ഇന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ നിഷേധിക്കുന്ന, പരലോക ജീവിതത്തെ എതിർക്കുന്ന നിരീശ്വരവാദികളടക്കം ആളുകള്, യുക്തിവാദികളടക്കം ആളുകൾ പറയുന്നു, എങ്ങനെയാണ് റബ്ബ് തുലാസിൽ തൂക്കി നോക്കുക? ഇതൊക്കെ വെറുതെ പറയുന്നതാ. പക്ഷേ വിശുദ്ധ ഖുർആൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ സത്യപ്പെടുത്തിയിട്ടുണ്ട്. നോക്കൂ, നമ്മളെല്ലാവരും പാരായണം ചെയ്യുന്ന ഒരു അധ്യായമാണ് അൽ ഖാരിഅതു മൽ ഖാരിഅ. ഭയാനകമായ സംഭവം എന്നാൽ പ്രവാചകരെ താങ്കൾക്കറിയുമോ? വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്ഥൂസ് വതകൂനുൽ ജിബാലു കൽഇഹ്നിൽ മൻഫൂഷ്. റസൂലേ, ആ ഭയങ്കര സംഭവം എന്ന് പറയുന്നത് മനുഷ്യർ ചിന്നിച്ചിതറിയ പാറ്റകളെ പോലെയും പർവ്വതങ്ങൾ കടഞ്ഞെടുത്ത രോമം പോലെയും ആയിത്തീരുന്ന ദിവസം വരാനുണ്ട്. ഖിയാമത്ത് സംഭവിക്കാനുണ്ട്. ഫഅമ്മാ മാ സഖുലത് മവാസീനുഹു, അന്ന് ആരുടെ തുലാസാണോ കനം തൂങ്ങിയത്, ഫഹുവ ഫീ ഐശത്തിർ റാദിയ, അവൻ സംതൃപ്തകരമായ ജീവിതത്തിലായിരിക്കും. തീർന്നില്ല. വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആരുടെ തുലാസാണോ കനം കുറഞ്ഞത്, ഫഉമ്മുഹു ഹാവിയ, അവന്റെ സങ്കേതം ഹാവിയ തന്നെയാണ്. വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. റസൂലേ, ഹാവിയ എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിയുമോ? അത് ചൂടേറിയ നരകാഗ്നിയാണ്. ഈ സൂറത്തിലൂടെ നമ്മൾ എന്താ പഠിപ്പിക്കുന്നതെന്നറിയോ? നമ്മുടെ ഹസനാത്തുകളും സയ്യാത്തുകളും നന്മകളും തിന്മകളും തൂക്കി നോക്കുന്ന ഒരു ഘട്ടം വരാനുണ്ട്. തുലാസ് കനം തൂങ്ങുന്നവൻ സംതൃപ്തകരമായ ജീവിതത്തിലാണ്, കനം കുറയുന്നവൻ നരകത്തിലാണ്. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വസ്സിനു അഅമാലകും ഖബ്ല അൻ തുഅസ്സനു. നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നാളെ തൂക്കി നോക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തെ ഒന്ന് തൂക്കി നോക്കണം. ഓരോ ദിവസം വൈകുന്നേരമാകുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുക, എന്താണ് എൻ്റെ തുലാസ് കനം തൂങ്ങാൻ ഞാൻ ചെയ്തത്, എന്ത് അമലാണ് ഞാൻ അധികരിപ്പിച്ചത് എന്ന് സ്വന്തത്തോട് നിങ്ങൾ ചോദിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാം. മാത്രമല്ല, അതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വനദഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നീതിപൂർണമായ തുലാസുകൾ സ്ഥാപിക്കുന്നതാണ്. ഫലാ തുദ്ലമു നഫ്സുൻ ഷൈആ, അപ്പോൾ ഒരാളോടും അല്ലാഹു അനീതി കാണിക്കുകയില്ല, നീതിയുടെ ലോകമായിരിക്കും. വഇൻ കാന മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ അതൈനാ ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഒരാളുടെ നന്മ തിന്മ കടുകുമണി തൂക്കം ഉള്ളതാണെങ്കിൽ പോലും
നാം അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസാണോ കനം തൂങ്ങിയത് ആ കൂട്ടരാണ് വിജയം പ്രാപിച്ചവർ. വമൻ ഖഫ്ഫത് മവാസീനുഹു, ഇനി ആരുടെ തുലാസാണോ കനം കുറഞ്ഞത് ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും, അവരാണ് നഷ്ടം സംഭവിച്ചവർ. മാത്രമല്ല ഫീ ജഹന്നമ ഖാലിദീൻ, അവർ നരകത്തിൽ ശാശ്വതരായിരിക്കുന്നതാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമാണ്, ഒരിക്കലും കളവല്ല. അള്ളാഹു ഖുർആനിലൂടെയും പ്രവാചകൻ ഹദീസിലൂടെയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ആദ്യഘട്ടമാണ് തുലാസ് കനം തൂങ്ങുമോ കനം കുറയുമോ എന്നറിയുന്ന ഘട്ടം. ഒരാളോടും നമ്മൾ മിണ്ടൂല, ഒരാളെ കുറിച്ചും ചിന്തിക്കൂല, ഭാര്യയുണ്ടോ മക്കളുണ്ടോ ഒന്നും നമ്മൾ ഓർക്കൂല. ഇനി ആ തുലാസ് കനം തൂങ്ങാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാ മിൻ ഷൈഇൻ അസ്ഖലു ഫിൽ മീസാനിൽ അബ്ദിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി ഹുസ്നുൽ ഖുൽഖ്. ഒരു മനുഷ്യന്റെ തുലാസിൽ കനം തൂങ്ങുന്ന ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണെന്നറിയോ? ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവമാണ്. നമ്മളെപ്പറ്റി നമ്മുടെ കൂടെ നടക്കുന്ന കൂട്ടുകാരൻ നല്ലത് പറയുന്നുണ്ടോ? നമ്മളെപ്പറ്റി നമ്മുടെ അയൽവാസികൾക്ക്, കുടുംബക്കാർക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മാതാവിന്, പിതാവിന് എന്തഭിപ്രായമാ ഉള്ളത്? അവന്റെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയിപ്പിക്കേണ്ടത് എങ്ങനെ? ആളുകൾ നമ്മളെ പറ്റി പറയേണ്ടത് എങ്ങനെയാ? അവൻ ഹുസ്നുൽ ഖുൽഖിന്റെ ഉടമയാ, സൽസ്വഭാവത്തിന്റെ ഉടമയാ. പ്രവാചകന്റെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ, ഖുർആനായിരുന്നു റസൂലിന്റെ സ്വഭാവം. ആ ഹുസ്നുൽ ഖുൽഖ്, നല്ല രൂപത്തിൽ ആളുകളോട് നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തുലാസ് കനം തൂങ്ങാൻ ഏറ്റവും വലിയ അമലായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ബഖിൻ ബഖിൻ, അത്ഭുതം, ലഖംസുൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, 5 കാര്യങ്ങൾ നിങ്ങൾ തുലാസ് കനം തൂക്കിപ്പിക്കും. ഏതാണ്? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അതുപോലെ തന്നെ അൽ വലദുസ് സാലിഹു യമൂതു ലിർറജുൽ, ഒരാൾക്ക് ഒരു ആൺകുട്ടി മരണപ്പെട്ടാൽ അത് അവന്റെ തുലാസ് കനം തൂങ്ങാൻ കാരണമാണ്. മക്കൾ അല്ലാഹു കൊണ്ടുപോയി പരീക്ഷിപ്പിക്കാറുണ്ട് പല ആളുകളെയും. ചെറിയ കുട്ടികൾ മരിക്കാറുണ്ട്. ചെറിയ ആൺകുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ ദുഃഖിക്കേണ്ട, അവരുടെ തുലാസ് കനം തൂങ്ങാൻ ഏറ്റവും വലിയ കാര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, നമുക്ക് എത്ര സമയമുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് പറഞ്ഞാൽ അത് തുലാസിനെ നിറക്കും. മറ്റൊരു ഹദീസിലൂടെ പറയുന്നു, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലഉ ഔ തംലആനി മാ ബൈന സമാഇ വൽ അർള്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന ദിക്ർ ആകാശഭൂമികൾ നിറക്കാൻ മാത്രം പവർ ഉള്ളതാണ്. അതൊക്കെ നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ തുലാസ് കനം തൂങ്ങും. അതുപോലെ തന്നെ മുന്നത്തെ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, കലിമത്താൻ ഖഫീഫത്താൻ, 2 വാക്കുകളുണ്ട്, വാചകങ്ങളുണ്ട്. അത് നമ്മുടെ ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ വളരെ ലഘുവായിട്ടുള്ളതാണ്. വസഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ കനം തൂക്കുന്നതാണ്. വഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള 2 വാചകങ്ങൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. അപ്പൊ ആ ഒരു ഘട്ടം നമ്മൾ അഭിമുഖീകരിക്കേണ്ട ആളുകളാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 2ാമത്തെ ഘട്ടം അങ്ങ് വിശദീകരിച്ചു കൊടുക്കുകയാ. വഇൻദൽ കിതാബ് ഹത്താ യഅലമ ഐന യഖഉ കിതാബഹു അഫീ യമീനിഹി അം ഫീ ശിമാലിഹി അം മിൻ വറാഹി ളഹ്രിഹി. ആയിഷ 2ാമതായി ഒരാളും ഒരാളെ കുറിച്ചും ഓർക്കാത്ത ഘട്ടമെന്ന് പറയുന്നത് അവന്റെ കിതാബ് കർമ്മരേഖ കൊണ്ടുവരപ്പെടുമ്പോഴാണ്. അത് വലതു കൈയിലാണോ ഇടതു കൈയിലാണോ പിൻഭാഗത്തിലൂടെയാണോ ലഭിക്കുക എന്നറിയുന്നത് വരെ ഒരാളും ഒരാളോടും മിണ്ടുകയില്ല, സംസാരിക്കുകയില്ല, ഒരാളെ കുറിച്ചും ഓർക്കുകയില്ല. അതാണ് 2ാമത്തെ ഘട്ടം.
മീസാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമ്മുടെ ഗ്രന്ഥരേഖയെ കുറിച്ചാണ്. അതും വിശുദ്ധ ഖുർആൻ സത്യപ്പെടുത്തുന്നുണ്ട്. ഏത് യുക്തിവാദികൾ നിഷേധിച്ചാലും വിശുദ്ധ ഖുർആൻ പറയാ, നമ്മൾ ഇന്ന് പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ വവുദിഅൽ കിതാബ്, ആ ഗ്രന്ഥം വെക്കപ്പെടുന്ന ദിവസം, ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി, അപ്പോൾ കുറ്റവാളികളെ അതിലുള്ളതിനെ പറ്റി ഭയവിഹ്വലമായ രൂപത്തിൽ നിനക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് പറയുന്നു യഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ചെറുതും വലുതുമായ ഒരു കാര്യവും വിട്ടേച്ചു പോകാത്ത രൂപത്തിൽ എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് കുറ്റവാളി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നതെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, കണ്ണിന്റെ കട്ടുനോട്ടവും ഹൃദയത്തിൽ മറച്ചു വെക്കുന്നതും എല്ലാം റബ്ബ് അറിയുന്നുണ്ട്. നമ്മൾ എന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഗ്രന്ഥം നമ്മുടെ കയ്യിലേക്ക് വലതു കൈയിലേക്കാണോ ഇടത് കൈയിലേക്കാണോ പിൻഭാഗത്തിലൂടെയാണോ ലഭിക്കുന്നത് എന്നറിയുന്നത് വരെ ഫലാ യദ്കുറു അഹദുൻ അഹദ, ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയില്ല. നോക്കൂ സഹോദരങ്ങളെ, ആ ഭാഗം വിശുദ്ധ ഖുർആൻ വളരെ വിശദീകരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി, വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച മനുഷ്യൻ ഫയഖൂൽ, അവൻ പറയുന്നത് ഹാ ഉഖ്റഊ കിതാബിയ, അവന് സന്തോഷം കൊണ്ട് പറയും എൻ്റെ ഗ്രന്ഥം ഇതാ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ വിചാരിച്ചു എൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമോ എന്ന്. വിചാരണയില്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സത്യവിശ്വാസികളുണ്ട്. ആ മനുഷ്യൻ പറയും ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ, ഞാൻ എൻ്റെ വിചാരണയെ നേരിടേണ്ടി വരുമോ എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ രക്ഷപ്പെടുകയുണ്ടായി. എനിക്ക് ഗ്രന്ഥം വലതു കൈയിലാണ് നൽകപ്പെട്ടത്. എൻ്റെ തുലാസ് ഹസനാത്തുകൾ കൊണ്ട് ഖനം തൂങ്ങിയിട്ടുണ്ട്. അങ്ങനെ വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നത് ഫൗവ ഫീ ഐശത്തിർ റാദിയ, അവന് സംതൃപ്തകരമായ ജീവിതമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഉന്നതമായ സ്വർഗമായിരിക്കും അവൻ അല്ലാഹു നൽകുക. അപ്പൊ ആ ഗ്രന്ഥം നമുക്ക് വലതു കൈയിലൂടെ ലഭിച്ചാൽ വളരെ പേടിയോടുകൂടി നിൽക്കുന്ന ഘട്ടമാട്ടോ. ഏത് കൈയിലാണ് ആ ഗ്രന്ഥം ലഭിക്കുക? വലതു കൈയിലാണെങ്കിൽ അവന് സംതൃപ്തകരമായ ജീവിതമായിരിക്കും. എന്നാൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലിഹി, ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച മനുഷ്യൻ ഫയഖൂൽ, അവൻ പറയുന്നതാണ് യാ ലൈതനീ ലം ഊത കിതാബിയ, എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവേനെ. അവൻ ആ ഗ്രന്ഥം ഇഷ്ടപ്പെടുന്നില്ല. അവൻ്റെ തിന്മകളെല്ലാം റെക്കോർഡ് ചെയ്ത ഗ്രന്ഥം അവൻ ഇടത് കൈയിലൂടെ ലഭിക്കുകയാണ്. ആ ലഭിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പറയുന്നത് യാ ലൈതനീ ലം ഊത കിതാബിയ, എൻ്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവേനെ. വലം അദ്രി മാ ഹിസാബിയ, എൻ്റെ വിചാരണ ഞാൻ എന്താണെന്ന് അറിയാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. യാ ലൈതഹാ കാനത്തിൽ ഖാദിയ, മരണമെന്നത് എല്ലാം അവസാനിപ്പിക്കുന്ന ഒന്നായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. മാ അഗ്ന അന്നി മാലിയ, എൻ്റെ ധനം എനിക്ക് ഉപകാരപ്പെട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എൻ്റെ അധികാരം എന്നിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെട്ടു. ഖുദൂഹു ഫഗുല്ലൂഹു, ആ മനുഷ്യനെ പിടിച്ച് ബന്ധനത്തിലിടൂ. സുമ്മൽ ജഹീമ സ്വല്ലൂ, പിന്നെ അവന് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഘട്ടം വരാനുണ്ട്. അത്രേ ഉള്ളൂ. വലതു കൈയിൽ ഗ്രന്ഥം ലഭിച്ച ആള് സ്വർഗത്തിലേക്ക്, ഇടതു കൈയിൽ ഗ്രന്ഥം ലഭിച്ചവൻ നരകത്തിലേക്ക്. നമ്മൾ ആരെങ്കിലും
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്ത ഈ ഘട്ടങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്നറിയോ? ഫലാ യദ്കുറു അഹദുൻ അഹദ. ഇന്ന് നമ്മെ സഹായിക്കാൻ പരിചരിക്കാൻ എല്ലാത്തിനും ആളുകളുണ്ട്, സഹായികളുണ്ട്. പക്ഷേ ഈ ഘട്ടങ്ങളിലൊന്നും ആരും നമ്മളെ കുറിച്ച് ഓർക്കുകയില്ല. ആ ഗ്രന്ഥം വലതു കൈയിൽ കിട്ടിയാൽ മതി എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയമാ. തൻ്റെ തുലാസ് ഹസനാത്തുകൾ കൊണ്ട് കനം തൂങ്ങിയാൽ മതി എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടങ്ങളിലൊക്കെ നമ്മെ രക്ഷിക്കുമാറാകട്ടെ. തുലാസ് കനം തൂങ്ങുന്ന, അതുപോലെ തന്നെ തൻ്റെ ഗ്രന്ഥം വലതു കൈയിലൂടെ ലഭിക്കപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത 3 മറുപടികളിൽ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഒരാളെ കുറിച്ച് ഓർക്കാത്ത പ്രവാചകൻ പഠിപ്പിച്ച 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വഇൻദ സിറാത്ത് ഇദാ വുദിഅ ബൈന ലഹ്റൈ ജഹന്നം. നരകത്തിന് അഭിമുഖമായി സിറാത്ത് പാലം സ്ഥാപിക്കപ്പെടുമ്പോൾ, ഈ അടുത്തതിനെ കുറിച്ചൊക്കെ വളരെ നിഷേധിച്ച യുക്തിവാദികൾ ഉണ്ടായിരുന്നു. എന്ത് സിറാത്ത്, എന്ത് പാലം? സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഓരോ കാര്യങ്ങളും അത് ഖുർആൻ അതുപോലെ തന്നെ പ്രവാചകൻ നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു ആയാത്തുകളിലൂടെ, പ്രവാചകൻ സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലൂടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാ, ഒരിക്കലും കളവല്ല. ഖുർആൻ തന്നെ പറയുന്നില്ലേ, വജീഅ യൗമഇദിൻ ബിജഹന്നം, നരകം കൊണ്ടുവരപ്പെടുന്ന ദിവസമുണ്ട്. അതിനെ പ്രവാചകൻ വിശേഷിപ്പിച്ചു യുഅ്താ ബിജഹന്നമ യൗമഇദിൻ ലആ 70000 സിമാം. ആ നരകത്തിന് 70,000 കടിഞ്ഞാനുണ്ടായിരിക്കും. മഅ കുല്ലി സിമാമിൻ 70000 മലകി യജ്റൂന. അപ്പോൾ നമ്മുടെ ബക്കറ്റിനൊക്കെ 2 കടിഞ്ഞാനുണ്ടാവും. അതുപോലെ 70,000 കടിഞ്ഞാൺ, അതിൽ ഓരോ കടിഞ്ഞാണിലും 70,000 വീതകൾ മലക്കുകൾ വലിച്ചു കൊണ്ടുവരും ആ നരകത്തെ. അതിന്റെ ഭയാനകത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. ആ നരകത്തിന് അഭിമുഖമായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, വയുദ്റബു സിറാത്ത് ബൈന ലഹ്റൈ ജഹന്നം, അതിന് മീതെ പാലം സ്ഥാപിക്കപ്പെടും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഅകൂന വഅന ഉമ്മതി അവ്വലു മൻ യുജീസ വലാ യതകല്ലമ യൗമഇദിൻ ഇല്ല റസൂൽ വദഅവ റസൂൽ യൗമഇദിൻ അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. മുർസലുകളുടെ കൂട്ടത്തിൽ, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഞാനായിരിക്കും എൻ്റെ ഉമ്മത്തികളോടൊപ്പം ആദ്യം ആ പാലം കടക്കുന്നത്. അന്ന് ദൈവദൂതന്മാരല്ലാതെ ആരും സംസാരിക്കുകയില്ല. ആ പ്രവാചകന്മാരുടെ ദുആ എന്ന് പറയുന്നത് അല്ലാഹുമ്മ സല്ലിം, അല്ലാഹുവേ രക്ഷിക്കണേ എന്നാ. നോക്കൂ നിങ്ങൾ, ആ ഒരു ഘട്ടത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നേരത്തെ നമ്മൾ മീസാനിനെ കുറിച്ച് പറഞ്ഞു, ഗ്രന്ഥം നമ്മുടെ ഏത് കയ്യിലാണ് നൽകപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ആ നരകത്തിന്റെ മീതെ പാലം സ്ഥാപിക്കപ്പെടുമ്പോ നമ്മൾ അതിലൂടെ പ്രവേശിക്കാനുള്ള ആളുകളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്, യമുറുന്നാസു ബിഹി അലാ ഖദ്രി അഅമാലിഹിം, ഓരോരുത്തരും അവരുടെ പ്രവർത്തനങ്ങളുടെ തോതനുസരിച്ചാണ് പാലം മുറിച്ചു കടക്കുന്നത്. ഒരിക്കലും കളവ് പറയാത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന പോലെ ആ പാലം മുറിച്ചു കടക്കുന്നവരുണ്ട്. അത് അവരുടെ അമലിന്റെ ക്വാളിറ്റിയാണ് കേട്ടോ. സൽക്രമങ്ങൾ കൂടുതൽ ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കണ്ണിമ വെട്ടുന്ന രൂപത്തിൽ അവർ ആ പാലം മുറിച്ചു കടക്കും. കൽബർഖ്, മിന്നൽ വേഗതയിൽ പോകുന്നവരുണ്ട്. കരീഹ്, കാറ്റിന്റെ വേഗതയിൽ. കൽഫർസിൽ ജവാദ്, കുതിരയുടെ വേഗതയിൽ. കൽ ഇബ്ലി, ഒട്ടകത്തിന്റെ വേഗതയിൽ. അതുപോലെ തന്നെ വമിൻ ഉമ്മയുസ്ഹഫു സഹ്ഫ, അമലത്തിന്റെ തോത് കുറഞ്ഞ ആളുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ആളുകളുണ്ട്. എന്നിട്ട് സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ അവിടെ രക്ഷപ്പെടുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണെന്നറിയോ? വഇം മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നിങ്ങളുടെ കൂട്ടത്തിൽ ആ നരകം കാണാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും അതിന്റെ മുകളിലൂടെ നടക്കേണ്ട ആളുകളാണ്, അതിലൂടെ പ്രവേശിക്കേണ്ടവരാ. പക്ഷേ സുമ്മ നുനജ്ജിൽ ലദീന തഖൗ, അവിടെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നത് തഖ്വ പാലിച്ച, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച, അള്ളാഹുവിനെ മാത്രം ആരാധിച്ച, അവന് മാത്രം ഇബാദത്തുകൾ അർപ്പിച്ച
ശിർക്ക് ചെയ്യാത്ത മുവഹിദീങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ രക്ഷപ്പെടാൻ സാധ്യമാകുകയുള്ളൂ. എന്നിട്ട് പറയുന്നു, വനദറുദ്ദാലിമീന ഫീ ആജിസിയ, അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ട് ആ നരകത്തിലേക്ക് നാം വിട്ടേക്കുകയും ചെയ്യും. ഈ 3 സന്ദർഭത്തെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കണം. ആയിഷ ബീവി ചോദിക്ക, നാളെ പരലോകത്ത് ഞങ്ങളെ കുറിച്ച് ഓർക്കുമോ? 3 ഘട്ടങ്ങളിൽ ആയിഷ ഓർക്കൂല. തുലാസ് കനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നത് വരെ. 2, തന്റെ ഗ്രന്ഥം വലതു കൈയിലാണോ ഇടതു കൈയിലാണോ പിൻഭാഗത്തിലൂടെയാണോ ലഭിക്കുക എന്നറിയുന്നത് വരെ. 3, സിറാത്ത് മുറിച്ചു കടക്കുന്നത് വരെ. ഒരാളും ഒരാളെ കുറിച്ചും ഓർക്കാത്ത സന്ദർഭങ്ങളാണ്. അള്ളാഹു ഈ ഘട്ടങ്ങളിലെല്ലാം നമ്മെ നമ്മുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ എല്ലാം മനസ്സിനെ പിടിച്ചുകുലുക്കിയ ദുരന്ത വാർത്തയാണ് ഇന്നലെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതും അറിഞ്ഞതും. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് അപകടത്തിൽപ്പെട്ട് ഏകദേശം 265 ആളുകൾ, ഒരാളൊഴികെ ബാക്കി എല്ലാവരുമൊക്കെ മരണപ്പെട്ട വാർത്ത സഹോദരങ്ങളെ നമ്മൾ കേട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിലെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ കുടുംബത്തോട് യാത്ര പറഞ്ഞു പോയ ആളുകളുണ്ടായിരുന്നു. അതിൽ കൈകുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച ആളുകൾ, ഒരുപാട് സ്വപ്നങ്ങളുമായി ലക്ഷ്യങ്ങളുമായി അന്യരാജ്യത്തേക്ക് പോകണം, അവിടെ എത്തിയിട്ട് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം, എൻ്റെ കുടുംബത്തിന്റെ റിസ്ക് ആലോചിച്ചുകൊണ്ട് ആ അന്യനാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിച്ച ആളുകളുണ്ടായിരുന്നു. 1 മിനിറ്റ് 1 സെക്കൻഡ് കൊണ്ട് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ വിമാനം അപകടത്തിലേക്ക് പോകും, എന്റെ മരണം ഇന്ന് സംഭവിക്കും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. മരണമെന്ന അതിഥി എന്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരും എന്ന് ഒരാൾ പോലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. അതുപോലെ തന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ ആ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഫ്ലൈറ്റ് വന്ന് വീണ് ഞാൻ ഇന്ന് മരണപ്പെട്ടു പോകുമെന്ന് ആ മരണപ്പെട്ടവരിൽ ഒരു വിദ്യാർത്ഥി പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. സഹോദരങ്ങളെ, ആ മരണം നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോ വരും? ആ മരണം വന്നാൽ എന്താണ് പരലോകത്ത് എനിക്ക് രക്ഷപ്പെടാൻ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ എന്ന് ഖുർആൻ ചോദിച്ച ചോദ്യം ആ ഘട്ടത്തിലെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനുഷ്യ സൃഷ്ടിപ്പിനെ സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു പറഞ്ഞതിന് ശേഷം അല്ലാഹു പറയുന്നുണ്ട്, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ. ആ സൃഷ്ടിപ്പിന് ശേഷം, നിങ്ങളുടെ ജീവിതത്തിന് ശേഷം നിങ്ങൾക്കൊരു മരണം വരാനുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ആ മരണത്തിന്റെ രുചി ആസ്വദിക്കാത്ത ആരും തന്നെ ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ 5 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാ, മഫാത്തിഉൽ ഗൈബ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിൽ 1, ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ. അന്ത്യദിനം, ഈ ലോകം എപ്പോൾ അവസാനിക്കുമെന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ള അറിവാണ്. അതുപോലെ തന്നെ വയഅലമു മാ ഫിൽ അർഹാം, ഗർഭാശയത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഒരാൾ എന്ത് സമ്പാദിക്കുമെന്നത് ഒരാൾക്കും പറയാൻ പറ്റൂല. ഇന്നത്തെ ധനികൻ നാളെ ദരിദ്രനാകും, ഇന്നത്തെ ദരിദ്രൻ നാളെ സമ്പന്നനാകും. അത് അല്ലാഹുവിന്റെ അടുത്തിൽ ഉള്ള കാര്യം മാത്രമാണ്. അതുപോലെ തന്നെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് നാട്ടിൽ വെച്ച് മരണപ്പെടുമെന്ന് ഒരാൾക്കും പറയാൻ സാധ്യല്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ വാപ്പക്ക് അതുപോലെ തന്നെ കുടുംബക്കാർക്ക് നമ്മളെക്കാൾ കൂടുതൽ പ്രായമുണ്ട്, നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ള ആളുകൾ നാട്ടിലുണ്ട്, 80ഉം 70ഉം 90ഉം വയസ്സ് വരെ ജീവിക്കുന്നവർ. നമ്മുടെ വിചാരം എന്താ? നമ്മളും അത്രയും വയസ്സ് നമ്മൾ ജീവിക്കും, എന്നിട്ടേ മരണം സംഭവിക്കുള്ളൂ. അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അത് മനുഷ്യരുടെ സ്വഭാവമാ. ഇന്നഹും യറൗനഹു ബഈദ, അവരതിനെ വിദൂരമായിട്ട് കാണുന്നത്, വനറാഹു ഖരീബ, പക്ഷേ അതിനെ ഞാൻ വളരെ അടുത്തായിട്ടാണ് കാണുന്നത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. അവരാരും വിചാരിച്ചിട്ടില്ല അവിടെ വെച്ച് മരണപ്പെടുമെന്ന്. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. ഏതൊരു മരണത്തിൽ നിന്നാണോ നിങ്ങൾ ഓടിയകലുന്നത്, ആ മരണം നിങ്ങളെ പിന്തുടരുന്നതാണ്. ആ മരണം സംഭവിക്കാതിരിക്കാൻ ഏത് കോട്ടകൾക്കുള്ളിൽ പോയി നിങ്ങൾ ഒളിച്ചിരുന്നാലും ആ മരണം നിങ്ങളെ പിടികൂടും എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നുണ്ട്.
അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വ സുഖ സൗകര്യങ്ങളെയും സർവ്വ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന മരണം, ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ദുനിയാവിലെ ജീവിതത്തിനിടയിൽ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കണം. എങ്കിലേ നമുക്ക് അമല് ചെയ്യാൻ തോന്നൂ, എങ്കിലേ നമുക്ക് തഖ്വ ഉണ്ടാകുകയുള്ളൂ, എങ്കിലേ നമ്മൾ അല്ലാഹുവിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. മുന്നേ ഒരിക്കൽ ഖുതുബയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ദിവസവും റബ്ബിനോട് 4 കാര്യങ്ങളിൽ നിന്ന് രക്ഷ ചോദിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഉ സഖ്തിക. ആരോഗ്യം നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന്, പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്. പെട്ടെന്നുള്ള അപകട മരണ സെക്കൻഡുകൾക്കുള്ളിൽ കത്തിച്ചാമ്പലായി. നമ്മളൊക്കെ വാർത്ത കേട്ട് കരഞ്ഞുപോയി. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഒരുപാട് പ്രതീക്ഷയോടെ യാത്ര ചെയ്ത ആളുകൾ ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം പ്രയാസ മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ ബന്ധുക്കൾക്ക് അല്ലാഹു ക്ഷമയും സഹനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ചെയ്ത എല്ലാവിധ അമലുകളും അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ, തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്, അല്ലാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, അല്ലാഹു അവരുടെ കടം ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ ഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീനിക്. اللهم ادخلنا الجنة، اللهم أجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى